അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും കഞ്ഞിവെള്ളം മറിച്ച് കളയലല്ലേ പതിവ്. അപ്പോൾ ഇനി കഞ്ഞിവെള്ളം മറിച്ച് കളയരുത്. കുട്ടികൾക്കും വെല്ലുവിളിക്കെല്ലാം നല്ലൊരു ഹലുവ നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കിയ കഞ്ഞിവെള്ളം രാത്രിയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. എന്നാലാണ് ഈ ഒരു കട്ടിക്ക് കിട്ടുള്ളൂ. ഒരു പുഡിങ്ങിൻ്റെ എല്ലാം ഒരു ഇതിലാണ് നമുക്ക് ഈ കഞ്ഞീൻ്റെ വെള്ളം വേണ്ടത്. കട്ടിക്ക് ഇങ്ങനെ നിൽക്കുന്ന കഞ്ഞി വെള്ളം എടുക്കുക, ഒരു ബൗളിലേക്ക് അളവിന്. അത്രയുള്ള ബൗളിൽ തന്നെ പാലും കൂടി എടുക്കുക. പിന്നെ ഒരു 6 ഏലക്കായ എടുക്കുക. പിന്നെ എത്രയാണോ നമ്മൾ പാലെടുത്തത് അതിൻ്റെ ഒരു 1/4 അളവിന് പഞ്ചസാര കൂടി എടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യും, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ, അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കുക. പിന്നെ പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നെയ്യ് ഒഴിച്ച് അണ്ടിയും മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെക്കുക. അണ്ടി മുന്തിരി മാറ്റി വെക്കുക. അതിനുശേഷം പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് കോൺഫ്ലവർ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കട്ട ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ പാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടിമുന്തിരി പൊരിച്ചെടുത്ത് ആ പാൻ തന്നെ ഒന്ന് അടുപ്പിൽ വെച്ച് അതിലേക്ക് ഈ കഞ്ഞിവെള്ളം, കട്ടിയിലുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ, എന്നാൽ വേഗത്തിൽ ഇതൊന്ന് സെറ്റാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി കട്ടിയുള്ള പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്, എന്നാൽ ഒട്ടും അടി പിടിക്കൂല. ഇതിപ്പോൾ കഞ്ഞിവെള്ളം സാധാ ഒരു കഞ്ഞിവെള്ളം പോലെ ആയി കിട്ടിയല്ലോ. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ചേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഒരു പാകമായിട്ടുണ്ട്. ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ നമ്മൾ ആദ്യം കലക്കി വെച്ചാൽ അതിൻ്റെ അടിയിൽ കുറച്ച് നിൽക്കും. അതും കൂടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കുക്കാവാൻ ആകെ 10 മിനിറ്റിൻ്റെ ഒരു സമയം മാത്രമേ വേണ്ടൂ കേട്ടോ. ഒരു 10 മിനിറ്റ് എത്രയാലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കഞ്ഞിവെള്ളം ഇനി മറിക്കാൻ പാടില്ല കേട്ടോ. ഇതെൻ്റെ ഉമ്മ പണ്ടുണ്ടാക്കി പഠിപ്പിച്ചു തന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്കിതൊന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരണമെന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇതിൻ്റെ മണം പുറത്തടിച്ചിട്ട് പട്ടി കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കൈവെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈവെക്കാതെ ഇങ്ങനെ സൈഡ് കൂടിയും നടുവിൽ കൂടിയും എല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കായ, ഞാൻ 6 ഏലക്കായാണ് കേട്ടോ എടുത്തത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഒരു പാത്രത്തിൽ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ കൂടി കുറച്ചൊന്ന് നെയ്യൊന്ന് തൂവി കൊടുക്കണം കേട്ടോ. എന്നാൽ വേഗത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്ന് കുറുകിയതിന് ശേഷം തീ ഒന്ന് ചെറുതാക്കി കൊടുക്കുക.
തീ ഒന്ന് ചെറുതാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇത് പാകമായി വന്നിട്ടുണ്ട്. അപ്പം നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലോട്ട് ബൗളിലോട്ട് ഇത് മാറ്റുക. ഇതിൻ്റെ മുകളിൽ വറുത്ത് വെച്ച അണ്ടി മുന്തിരി കൂടി വിതറി കൊടുക്കുക. അപ്പം ഇത് തണിഞ്ഞതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ കേമായിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.